ഇന്നത്തെ Once Upon a Time സീസൺ 4 സ്റ്റാൻഡപ്പ് ഫോർ ഗേൾസ് മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾക്ക് ഒരു പ്രത്യേക തരം ശക്തിയുണ്ട്. ഇറ്റ് ഈസ് ക്വൈറ്റ് പവർഫുൾ എന്ന് തന്നെ പറയാം. നമുക്ക് നമ്മുടെ വാക്കുകളിലൂടെ പലരെയും മോട്ടിവേറ്റ് ചെയ്യാം, അവർക്ക് വേണ്ട കോൺഫിഡൻസ് പകർന്നു കൊടുക്കാം, സാന്ത്വനിപ്പിക്കാം, അതിലൊക്കെ ഉപരി നന്നായിട്ട് ചിരിപ്പിക്കാം, അതിലൂടെ അവരെ ഹാപ്പി ആക്കാം. അപ്പോൾ നമ്മുടെ അമൃത ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരുപിടി നല്ല തമാശകൾ സമ്മാനിച്ചുകൊണ്ട് ഹാപ്പി ആക്കുവാൻ വേണ്ടിയിട്ട് Once Upon a Time സീസൺ 4 ഒരു പുതുമയാർന്ന എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യുന്നു. രമേശേട്ടാ, വെൽക്കം. നമ്മുടെ പ്രിയപ്പെട്ട രചന നാരായണൻകുട്ടി. ഓക്കെ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ കണ്ടസ്റ്റൻസിനെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം our contestants. ഞാൻ തത്തനല്ലേ വിളിച്ച, മത്സരാർത്ഥികളെ വിളിച്ചേ. എനിക്ക് അങ്ങനെ മത്സരത്തിനോട് വലിയ ആർത്തിയൊന്നുമില്ല. ഓ, മത്സരിക്കാൻ നിങ്ങൾ കുറഞ്ഞ് ജയിക്കും. ഓ, നന്ദ, ഞാൻ ജയിച്ചു കാണിച്ചു തരാം. അങ്ങനെ ആങ്കർ ചെയ്തേ കേക്കട്ടെ. നീ തലയിരിക്കുമ്പോ ബാലാടണ്ട, മനസ്സിലായ? ഞാൻ ആങ്കർ ചെയ്യാം. ഈ ആങ്കറിങ് എന്നൊക്കെ വിളി വിചാരിക്കണ വലിയ കാര്യമാണെന്നാണ്. കേറി വാടി മക്കളെ. മനസ്സിലായ? നിങ്ങളെ പോലുള്ളവർ മാത്രമല്ല, നമ്മളെ പോലുള്ളവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്കും കൂടി ഉള്ള പ്ലാറ്റ്ഫോമാണ് ഇത്. അപ്പോ നമ്മോടൊപ്പം ഉള്ളത് അശ്വതി, ഒപ്പം രാജമ്മ കൃഷ്ണൻ. നമസ്കാരം. നമസ്കാരം. നമസ്കാരമുണ്ട്. താത്ത വന്ന് വിളിച്ചപ്പോഴേ ഞാൻ ഇങ്ങനെ രണ്ടുപേരെ അല്ല പ്രതീക്ഷിച്ചത്. അത് ഗംഭീരമായി. വെൽക്കം. ഞങ്ങൾക്ക് വലിയ സന്തോഷം നിങ്ങൾ ഞങ്ങളുടെ പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ വന്നതിന്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. ആരാ പറഞ്ഞ കോമഡി പരിപാടിക്ക് വരാൻ? ആരാ പ്രോത്സാഹിപ്പിച്ചു വിട്ടത്? എന്നെ ഒരു ബാങ്ക് മാനേജറാണ്. ബാങ്ക് മാനേജർമാരൊക്കെ ഞങ്ങളുടെ പരിപാടിയുടെ പ്രൊമോഷൻ ഏറ്റെടുത്ത് നടത്തി തുടങ്ങിയോ? അത് ഭയങ്കര ഗംഭീരമല്ലോ. പേരെന്താ മാനേജറിന്റെ? ബാങ്ക് മാനേജർ മനീഷ് മണി സാറാണ്. മനീഷ്. മനീഷ് മണി എന്ന് പറയുന്ന ആള് ഇവിടെ വന്ന കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഇത് ചെയ്തിട്ടുണ്ട്, പെർഫോം ചെയ്തിട്ടുള്ള ആളാണ്. നല്ല ആർട്ടിസ്റ്റാണ്. എന്റെ സുഹൃത്തും കൂടെയാണ് മനീഷ് മണി. അവനാണ് പറഞ്ഞു വിട്ടത് അല്ലേ? ആ സാറാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ചേച്ചിയുടെ വീട് എവിടെയാ? എന്റെ വീട് ചാലക്കുടിക്ക് അപ്പുറം ചായിപ്പൻകുഴി എന്ന് പറയും. ചായിപ്പൻകുഴി. എനിക്കൊരു പാട്ടിന്റെ ഗ്രൂപ്പ് ഉണ്ട്. അവിടുന്ന് ഹരിദാസ് എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് എനിക്കിത് അയച്ചു തന്നത്. അപ്പം ഇങ്ങനെ വന്നു. സ്ഥലം ആലുവ, ദേശം കുന്നുംപുറം. ചേച്ചിമാരെ, നമ്മുടെ ഡയാന 3 സിനിമാ കഥകൾ ചേർത്തിട്ട് ഒരു കഥ പറയും. അതിന്ന് നമ്മൾ കണ്ടുപിടിക്കണം ആ 3 സിനിമകൾ ഏതൊക്കെയാണ്. സിനിമയൊക്കെ കാണാറുള്ളവരാണോ രണ്ടുപേരും? അത്യാവശ്യം തന്നെ ഉള്ളൂ. അനാവശ്യത്തിന് ആരും സിനിമ കാണാറില്ലല്ലോ. അതുകൊണ്ടല്ല, കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ വയലിൻ പഠിക്കുന്നുണ്ട്, പിന്നെ പാടാൻ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്നും സിനിമ കാണാൻ പറ്റുന്നില്ല, സമയമില്ല. ആദ്യം ആരോടാ? രാജമ്മ ചേച്ചിയോട് ചോദിക്കാം. രാജമ്മ ചേച്ചി ഉത്തരം പറയണം. പറഞ്ഞില്ലെങ്കിൽ ആ ചോദ്യം അശ്വതി ചേച്ചിയിലേക്ക് പാസ് ചെയ്യും. ഓക്കെ. രാജമ്മ ചേച്ചി സിനിമയൊക്കെ കാണാറുണ്ടല്ലോ അല്ലേ? അപൂർവം. അപൂർവ രാഗം കണ്ട ആളാണ്. അതെ. അപ്പൊ ഈ റൗണ്ട് നടന്നു തന്നെ. ശരി, അപ്പൊ കഥ ശ്രദ്ധിച്ചു കേട്ടോളൂ. കൂടെയുള്ള പയ്യനെ 10 പാസ്സാക്കുക എന്നതാണ് അരിക്കച്ചവടക്കാരന്റെ ലക്ഷ്യം. അതിനുവേണ്ടി അയാൾ ട്യൂഷൻ മാസ്റ്ററെ ഏർപ്പാടാക്കി. പണ്ഡിറ്റ് ദീനദയാൽ. ട്യൂഷന്റെ ഗുണമാണോ എന്നറിയില്ല, മുത്ത് 10 പാസ്സായി. അച്ചുവിനത് വലിയ സന്തോഷമായി. അച്ചു ഓടി നടന്നു. അങ്ങനെ ഓടി നടന്ന് പോളിസി കൊടുക്കുന്ന അമ്മയോട് അച്ചു ചോദിച്ചു, സത്യം പറ, ആരാണ് എൻ്റെ അച്ഛൻ? ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്താണ് നമ്മൾ തമ്മിലുള്ള ബന്ധം? അമ്മ പറഞ്ഞു, കടുക് പറ. എനിക്ക് പറയാൻ പറ്റോ? അവസരം തരാം. ഇവരുടെ ചാൻസ് കഴിഞ്ഞിട്ട്. രാജമ്മ ചേച്ചി ഓർത്തെടുത്തോളൂ. 2 സെക്കൻഡ് തരാം. അരിക്കച്ചവടക്കാരൻ,
10 പാസ്സാകുന്നു. അമരം. അമരം അല്ലേ? ആ, ഉത്തരങ്ങളിൽ ഒന്ന്. അടുത്തത് പിന്നെ അമ്മ പറയുന്നു കടുകുവറ. കടുകുവറ അവിടെ കിട്ടിയോ? കിട്ടിയല്ലേ? വെയിറ്റ്, അങ്ങോട്ടേക്ക് വരാം. അമരം പറഞ്ഞു. ഇനി ബാക്കി രണ്ട് ചിത്രങ്ങള് ഇല്ല. പറ്റുമോ? ഇനി അടുത്ത ആൾക്ക് പാസ് ചെയ്യും. പാസ് ചെയ്യുന്നു. അശ്വതി ചേച്ചിക്ക് പറയാം. ഒന്ന് അമരം, ഒന്ന് അച്ചുവിന്റെ അമ്മ. ആ, ഇനി ഒന്നുകൂടെ ഉണ്ട്. അരിക്കച്ചവടക്കാരൻ, നിങ്ങളുടെ നാട്ടുകാരൻ. അതാണ് ക്ലൂ. രാജമ്മ ചേച്ചിയുടെ നാട്ടുകാരൻ. അതെ, 10 പാസ്സാക്കാൻ നോക്കിയത്. രാജമ്മ ചേച്ചിയുടെ നാട്ടുകാരൻ. അതെ, 10 പാസ്സാക്കാൻ നോക്കിയ. ഇനി രണ്ടുപേരിൽ ആർക്ക് വേണേ പകരം 10 പാസ്സാക്കാൻ നോക്കി. ഇന്നച്ചന്റെ സിനിമയാണെന്ന് ഓർക്കുന്നുണ്ട്. 10 ഇല്ല, 8ാം ക്ലാസ് ഉള്ളൂ. അല്ല, ഇന്നസെന്റിനാണ് 10 8 അല്ല. ഇത് അയാൾക്ക് പത്മശ്രീ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി മണി, ചാലക്കുടി മണിയാണോ എന്നൊരു സംശയമുണ്ട്. അല്ല 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 അല്ല. പ്രാഞ്ചേട്ടൻ. മൂന്ന് ചിത്രങ്ങളില് 2 ചിത്രങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞോട്ടെ. ഒന്നും പറഞ്ഞോട്ടെ. ആദ്യം പറഞ്ഞ ചേച്ചിയാണ്. വെരി ഗുഡ്. അപ്പോ ഇന്ന് ആദ്യം പെർഫോം ചെയ്യുന്നത് അശ്വതി ചേച്ചിയാണ്. തെറ്റല്ലേ? ശരിയാ. അപ്പം അശ്വതി ചേച്ചി അല്ലേ? ഞാൻ ചേച്ചിന്ന് വിളിച്ചു കഴിഞ്ഞാൽ തല്ലു എന്നെ. ഇല്ല, ഇല്ല. എന്നെ എല്ലാവരും ചേച്ചിന്ന് വിളിക്കുന്ന എനിക്കിഷ്ടം. എന്നെ? എല്ലാരും ചേച്ചിന്ന് വിളിക്കുന്ന ഇഷ്ടം. ആ ശരി, കെട്ടിയോനും ചേച്ചിന്നാ വിളിക്കണേ. നമസ്കാരം, ഞാൻ അശ്വതി, ആലുവ ദേശം കുന്നംപുറത്ത് നിന്ന് വരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരസ്യത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം ഇപ്പം കൗബീരം മുതൽ കർച്ചീഫ് വരെ പരസ്യത്തിലൂടെ വിറ്റഴിക്കുന്ന കാലമാണ്. അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു സാധനം ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞാലോ പറയുകയും വേണ്ട. സ്പൂണിൻ്റെ കൂടെ പാഷാണം ഫ്രീ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മളവിടെ ഓടിയെത്തും. കാരണം കിട്ടുന്ന പാഷാണമാണെന്ന് ചിന്തിക്കില്ല, ഫ്രീ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ സന്തോഷം. അങ്ങനെ നമ്മളെല്ലാത്തിനും ഫ്രീ കാണുന്നതും ഈ പരസ്യത്തിലൂടെ മാത്രം വിറ്റഴിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വേറൊരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ നിങ്ങൾ എല്ലാവരും ഇപ്പം ചിന്തിക്കുന്നത്? അതിനെ എക്സ്പീരിയൻസ് എന്ന് പറയും. ഇത് ഏറ്റവും കൂടുതൽ നമ്മളെ വലയ്ക്കുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ജോലി അന്വേഷിച്ച് നടക്കുമ്പോഴാണ്. ഈ ജോലിയുടെ കാര്യം പറഞ്ഞപ്പോഴാട്ടോ ഞാൻ ഓർത്തത്. ഞാനും ഒരിക്കലും ഒരു ജോലി അന്വേഷിച്ച് നടന്നു. ഈ ജോലി അന്വേഷിച്ച് നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിൽ നോക്കി ഫുഡ് ഓർഡർ ചെയ്യുന്ന പട്ടിക്കുട്ടിയുള്ള കാലമാണ്. അപ്പോഴാണ് ഞാൻ ജോലി അന്വേഷിച്ച് നടക്കുന്നത്. അതാണെങ്കിലോ എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ് അത്ര കുറഞ്ഞ വിദ്യാഭ്യാസമൊന്നും അല്ല കേട്ടോ. MAക്ക് 2 അക്ഷരമേ ഉള്ളൂ, PIക്ക് 2 അക്ഷരമേ ഉള്ളൂ, MBAക്ക് 3 അക്ഷരമേ ഉള്ളൂ. ഈ SSLC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാസ്സായാലും ഫെയിലായാലും 5 അക്ഷരമുണ്ട്. എങ്ങനെ? SSLC പാസ്സാണെങ്കിൽ P, ഫെയിലാണെങ്കിൽ F. അപ്പം എങ്ങനെ? 5 അക്ഷരമുള്ള വിദ്യാഭ്യാസമാണ് എനിക്കുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. എനിക്ക് ഈ വിദ്യാഭ്യാസം കുറഞ്ഞു പോയെന്നുള്ള തോന്നലൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന അക്ഷരങ്ങൾ മാത്രമേ അതിൻ്റെ മുന്നോട്ട് പഠിക്കണുള്ളൂ. അതിനപ്പുറത്തേക്ക് ആരും ഒരു അക്ഷരം കണ്ടുപിടിച്ച കേട്ടെ എനിക്കറിയാൻ പാടില്ല കേട്ടോ. അത് കാരണം കൊണ്ട് ഈ പഠിക്കുമ്പോഴത്തേക്കിന് ഇത് വെച്ച് തന്നെ നമ്മൾ പഠിക്കുന്നത്. അതുപോലെ ഞാനൊരു ജോലി അന്വേഷിച്ച് ഇങ്ങനെ പോവുകയാണ്. മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണല്ലോ. ഞാൻ മുട്ടിക്കൊണ്ടേയിരുന്നു, ആരും തുറന്നില്ല. അവസാനം എനിക്കും കിട്ടിയൊരു ജോലി കേട്ടോ. ഒരു പമ്പിൻ്റെ വാതിൽ എനിക്ക് വേണ്ടി തുറന്നു. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും അല്ലേ, പമ്പിന് എവിടെ വാതിലെന്ന്? അതൊക്കെ ഉണ്ട്. എൻ്റെ പമ്പിന് വാതിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെന്നു, പമ്പിലെത്തി. പിറ്റേന്ന് ഞാനുണ്ടല്ലോ ജോലിക്ക് പോവാണ്. പട്ടുസാരിയൊക്കെ ഉടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് ടാറ്റയുടെ കമ്പനിയിലെ മാനേജറായിട്ട് ജോലി കിട്ടിയ പദവിയിലാണ് ഞാൻ പിറ്റേന്ന് ജോലിക്ക് പോയത്. കാരണം എനിക്ക് അത്ര സന്തോഷമായിരുന്നതേ. ഞാൻ അവിടെ ചെന്നു, മാനേജർ എനിക്ക് ജോലിയൊക്കെ പറഞ്ഞു തന്നു. കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ ആ ജോലിയൊക്കെ പഠിച്ചെടുത്ത്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് ആ പമ്പ് എന്നെ ഒന്നും കാണാൻ പാടില്ലാത്തല്ലോ പുരുഷാരം വന്നങ്ങ് നിറഞ്ഞ്. എന്താ കാര്യം? ഒരു പെണ്ണ് പെട്രോൾ അടിക്കാൻ നിൽക്കുകയാണ്, വരാതിരിക്കുവോ ആൾക്കാര്? ഞാൻ നോക്കുമ്പോഴത്തേക്കിനുണ്ടല്ലോ പിന്നീട് ഞാൻ എന്താ അറിഞ്ഞെന്നറിയാമോ? വണ്ടി ഇല്ലാത്തവര് അടുത്ത വീട്ടിലെ വണ്ടി വരെ എടുത്തോണ്ടൊന്ന് പെട്രോൾ അടിച്ച് കൊടുത്തു എന്നാണ് ഞാൻ കേട്ടത്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല സെയിലുണ്ടായിരുന്നു പമ്പില്. മാനേജറുടെ മനസ്സിലൊരു ലഡു പൊട്ടി. മാനേജർ പിറ്റേന്ന് തന്നെ എവിടുന്നോ 2 പെണ്ണുങ്ങളും കൂടെ തപ്പിക്കൊണ്ട് വന്നു. എനിക്ക് സന്തോഷമായി, കാരണം ഒറ്റയ്ക്ക് നിൽക്കണ്ടല്ലോ, 2 പേരും കൂടെ ആയല്ലോ. ഞങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം ഒരു ചേട്ടൻ രാവിലെ വന്നു പെട്രോൾ അടിക്കാൻ. ഈ ചേട്ടനെ എൻ്റെ ഈ മുഖത്ത് നോക്കിയിട്ട് എന്നോട് പറയുക, സുന്ദരിയായിരിക്കുന്നെന്ന്.
ഞാൻ പറയട്ടെ, എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ആദ്യമായിട്ട് ആത്മാർത്ഥമായിട്ട് ഒരാളെ കെട്ടിപ്പിടിക്കണമെന്ന് തോന്നിയത് അങ്ങേരെയാ. പക്ഷെ ഞാൻ ചെയ്തില്ല. എന്താ കാരണം? ഞാൻ ഈ ചേട്ടനെ ഒരു പ്രാവശ്യം കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്ന 100-150 ചേട്ടന്മാരെ എന്നെ കെട്ടിപ്പിടിക്കും. അവസാനം മാനേജർ എന്നോട് പെട്ടിയും കിടക്കെ എടുത്തോളാൻ പറയും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് അവിടെ നിന്നു. ഇങ്ങനെ ഞങ്ങൾ കുറേ കാലം അങ്ങ് തുടർന്ന് പോകുമ്പോൾ ഞങ്ങളുടെ ആ പമ്പിൽ ഡീസൽ അടിക്കാൻ എന്നും ഒരു പ്രൈവറ്റ് ബസ് വരുമായിരുന്നു. അതിനകത്തെ എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ അങ്ങ് നാണം വരിക. അതിനകത്തെ ആ ഡ്രൈവറുണ്ടല്ലോ, എന്തോരം സ്നേഹമാണെന്നറിയാവോ. അവളോടൊക്കെ അങ്ങോട്ട് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയണ്ട, നിർത്താൻ തോന്നൂല, അത് പറഞ്ഞാൽ മതി. പക്ഷേ അതിന് നേരെ വിരുദ്ധമായിട്ടൊരു കണ്ടക്ടർ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇങ്ങേരെന്താ എന്ന് ചൊറിയണമാണോ കറി വെച്ച് കൂട്ടുന്നതെന്ന്. അമ്മ അതിന് ഉറച്ചില്ലാന്ന് അങ്ങേർക്ക്. അത് മാത്രമോ, എന്നെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ അങ്ങേർക്ക് ചെകുത്താൻ കുരിശി കാണുന്ന പോലെ എന്നൊക്കെ പറയില്ലേ, അതേമാതിരിയാണെന്ന്. ഈ പുള്ളിയുടെ മട്ടും ഭാവമൊക്കെ കണ്ടാലേ ഞാൻ അങ്ങേരുടെ സ്വത്തും മൂലമൊക്കെ എൻ്റെ കള്ള ഒപ്പിട്ട് വാങ്ങിച്ച പോലെയാണ്. ഇത് കുറേ കാലം ഇങ്ങനെ തുടർന്നു കേട്ടോ. അപ്പം എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായി, ഇങ്ങേർക്ക് മാത്രമല്ല ദേഷ്യം. എന്താ ഇങ്ങേർക്ക് പഞ്ചായത്തിൽ നിന്ന് എഴുതി കൊടുത്തിരിക്കുകയാണ് ദേഷ്യം. എനിക്കെന്താ ദേഷ്യം വന്നാൽ കൊള്ളൂലേ? ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ വലിയേട്ടനോട് പറഞ്ഞു നമുക്ക് അങ്ങേർക്ക് ഒരു പണി കൊടുക്കണം. വലിയേട്ടൻ പറഞ്ഞു അതൊക്കെ ശരിയാവുമോ? ഞാൻ ഒറ്റക്കാലം നിന്നു. ഞാൻ എൻ്റെ വീട്ടിലെ ഇളയ പെണ്ണാണ്, ഒറ്റ പെണ്ണേ ഉള്ളൂ. പക്ഷേ എൻ്റെ വലിയേട്ടൻ ആദ്യം ഒന്ന് മടിച്ചെങ്കിലും ഉണ്ടല്ലോ എന്നോട് പറഞ്ഞു. അത് അതിൻ്റെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങേർക്ക് കൊടുക്കാനുള്ള പണിയും ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ വലിയേട്ടൻ പറഞ്ഞു മോളെ ഇത് കാശിലുള്ള കാര്യമാണ്, അവസാനം ഇത് നിനക്ക് പണിയാവരുതെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല, ഒറ്റക്കാലേ നിന്നു. പെണ്ണൊരുമട്ട ബ്രഹ്മനും തടുക്കില്ലെന്നാണല്ലോ. അവസാനം ഞങ്ങൾ അങ്ങേർക്ക് ഒരു പണി കൊടുക്കുക തന്നെ ചെയ്തു. ഒരു 8ന്റെ പണിയല്ല, 18ന്റെ പണിയല്ല, ഒരു 28ന്റെ പണി തന്നെ ഞങ്ങൾ അങ്ങേർക്ക് കൊടുത്തു. ഇപ്പം അങ്ങേരെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മോളേന്ന് മാത്രമേ വിളിക്കുള്ളൂ. അതിൻ്റെ മുമ്പിൽ അങ്ങേരെ എന്തെങ്കിലും വിളിക്കുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോഴും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ മോളെന്നേ വിളിക്കുന്നു, ഞാൻ കേൾക്കുന്ന അത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും അല്ലേ, ഞാൻ എന്തായിരിക്കും ആ പണി അങ്ങേർക്ക് കൊടുത്തിട്ടുണ്ടാവാന്ന്. ഞാൻ അങ്ങേരങ്ങ് കല്യാണം കഴിച്ചു. അപ്പം ഈ പുള്ളി എന്നെ മോളേന്ന് വിളിക്കണ്ടേ? വിളിച്ചില്ലെങ്കിലേ ഞം ഞം ഗോവിന്ദ. അശ്വതി ചേച്ചി എന്ത് രസമായിരുന്നു, സൂപ്പർ ആയിരുന്നു കേട്ടോ. Thank you. നല്ല രസമുണ്ടായിരുന്നു, നല്ല രസമായിട്ട് അത് നറേറ്റ് ചെയ്തു. പിന്നെ ആക്ടിങ് സ്കിൽസ് ഒക്കെ ഉണ്ടല്ലോ, മുഖത്തിങ്ങനെ ഒരു 3-4 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, പിന്നെ ഡബ് ചെയ്തിട്ടുണ്ട്. ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയാണ്. ഷോർട്ട് ഫിലിമിനാണ് ആ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അടിപൊളി, മെഡിക്ക്. ഓക്കെ ചേട്ടാ, അശ്വതി ചേച്ചി എന്തോ എവിടായിരുന്നു ഇത്രയും നാള്? ഇവിടെ ഇത്രയും സീസണുകളൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ട് പോയതല്ലേ. എത്ര വിളിച്ചു, എന്തെല്ലാം പണി കാണിച്ചു, എന്നിട്ട് എന്ത് വരാഞ്ഞത്? ഞാൻ കേട്ടില്ലായിരുന്നു. ജോലി അന്വേഷിക്കല്ലായിരുന്നോ? ഇങ്ങനെ ജോലി അന്വേഷിക്കായിരുന്നു. ഇതിനേക്കാൾ ഉറക്കെ എങ്ങനെ വിളിക്കും? ആ ജോലിയൊക്കെ അന്വേഷിച്ച സമയത്ത് ഇവിടെ വന്ന് നേരത്തെ കാലത്ത് 2 തമാശ പറഞ്ഞിരുന്നെങ്കിൽ കഴിഞ്ഞ സീസണിന്റെ പ്രൈസ് അടിച്ചുകൊണ്ട് പോകാൻ പറ്റിയ ഒരാളാണല്ലോ എനിക്ക് ആലോചിക്കുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആ ഗംഭീരമായി കേട്ടോ, അതിഗംഭീരമായി. താങ്ക് യു. ആ പിന്നെ ഒന്നത് 2 നിങ്ങളേക്ക് പരിപാടിക്ക് വരാൻ സമയം കണ്ടെത്തുന്നു, വരുന്നു, അതിന് പരിശീലിക്കുന്നു, ഇത്രയും നേരം കാണാപ്പാഠം പഠിച്ചത് പറയുന്നു, അതിനെ കൊണ്ട് നമ്മൾ കെട്ടുമെന്ന് പറയും. ആ ഒരു തമാശയെ വളർത്തി വലുതാക്കി കൊണ്ടുപോയി അതിന്റെ ക്ലൈമാക്സ് കറക്റ്റ് മീറ്ററിൽ കൊണ്ട് വിളമ്പുക എന്നൊക്കെ പറയുന്നത് അതിഗംഭീരമായിട്ട് ചെയ്തു. താങ്ക് യു. ആ പെട്രോൾ പമ്പിലെ ജോലിയും ആ ബസ്സും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത്രയും ഗംഭീരമായിട്ടാണ് Thank you, sir. അവതരിപ്പിച്ചത്. എനിക്കങ്ങനെ വേറെ എന്തെങ്കിലും വലിയ കാര്യമായ കുഴപ്പങ്ങളൊന്നും ഉള്ളതുപോലെ തോന്നിയില്ല. കൂടുതൽ ചെയ്യാൻ ഇനിയും പറ്റട്ടെ. ഗംഭീരമായി കേട്ടോ. താങ്ക് യു. അശ്വതി ചേച്ചി, എന്തോ ചേച്ചിയെ ഞാൻ ഇങ്ങ് എടുക്കുക. സന്തോഷം. ചേച്ചി വളരെ സന്തോഷം കേട്ടോ. വിഷു പറഞ്ഞ പോലെ ഇങ്ങനത്തെ പെർഫോമൻസസ് വരുമ്പോൾ നമുക്ക് കുറേ കൈയടിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ കുറേ പുറത്തേക്ക് ചിരിച്ചില്ലെങ്കിലും ഉള്ളിലുണ്ടാക്കുന്ന ചില ചിരികളുണ്ടല്ലോ, ഞങ്ങൾക്കത് പിക്ചറൈസ് ചെയ്യാൻ പറ്റി. അതുപോലെ ചേച്ചിയുടെ ഫ്ലുവൻസി ആണ് ചേച്ചിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. താങ്ക് യു. അത് അതുപോലെ തന്നെ പോട്ടെ. നല്ല സുന്ദരിയാണ് കേട്ടോ ചേച്ചി. ഓൾ ദി ബെസ്റ്റ്. സന്തോഷം.
സുന്ദരിയാണ്, പിന്നെ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ക്യൂട്ടായിട്ട്. ക്യൂട്ടാണ് അല്ലേ? അതെ. അത് എന്താ പറയാ, ഒരു നന്മ, ഉള്ളിലുള്ള നന്മ പുറത്തേക്ക് അറിയാണ്ടായിരുന്നു. ചേച്ചി എന്താണ്, ചേച്ചി എന്ന കലാകാരി മാത്രമല്ല ഒരു വ്യക്തി എന്താന്നുള്ളത് ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിന് എല്ലാ പ്രാർത്ഥനകളും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. എല്ലാ പ്രാർത്ഥനകളും ഇനി നല്ല വിഷയങ്ങളായിട്ട് വരാൻ പറ്റട്ടെ. അയ്യോ കരയല്ലേ? ചോദിക്കട്ടെ, പണി കൊടുത്ത ആളിപ്പോ എവിടെ ഉണ്ട്? പണി കൊടുത്ത ആള് കൂട്ടത്തിൽ തന്നെ ഉണ്ട്. കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് പോയി വിജയിച്ചിട്ട്. എങ്ങനെയുണ്ട് ഞാൻ കൊണ്ടുവന്ന ആളെങ്ങനെയുണ്ട്? അയ്യടാ. അടിപൊളിയല്ലേ? താത്ത ഇനി ആൾക്കാരെ കൊണ്ടുവരണം കേട്ടോ, ഇങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുവരണം. അതാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അങ്ങനത്തെ പണിക്കാരെ കൊണ്ടുവരുള്ളൂ. അതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ആ പമ്പിന്ന് പറഞ്ഞു വിട്ടു, ജോലിന്ന് പറഞ്ഞു വിട്ടു. കാരണം എന്താണെന്നറിയാമോ? എന്താ? ഒരു ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞ് 200 രൂപയ്ക്ക് ഫുൾ ടാങ്ക് അടിച്ചോളാൻ പറഞ്ഞു. പുള്ളിക്കാരത്തി ഫുൾ ടാങ്ക് അടിച്ചു കൊടുത്തു. അപ്പൊ തന്നെ പറഞ്ഞു വിട്ടു. ഞാൻ വിചാരിച്ചോ, കണ്ട് അവിടെ നിന്നപ്പോഴേ മൈക്കൊക്കെ കാണിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണെന്ന്. ഒരു പേടിയില്ലാന്ന് മനസ്സിലായിട്ടാ. അടിപൊളിയാ. താങ്ക് യു. ബാങ്കിലെ ലോണത് തിരിച്ചടയ്ക്കാനായി കാതിലെ കമ്മൽ തരാമോ? ബാങ്കിലെ ലോണത് തിരിച്ചടയ്ക്കാനായി കാതിലെ കമ്മൽ തരാമോ? കനറ ബാങ്കിലെ പലിശയടയ്ക്കുവാൻ കഴുത്തിലെ മാല തരാമോ? മന്നം സൊസൈറ്റിയിലെ ജെത്തി മാറ്റാനായി തടവളയൊന്നു തരാമോ? ഓ വാടക വീടിന് അഡ്വാൻസ് നൽകാൻ പേളിന്റെ മോതിരം തായോ? ബാങ്കിലെ ലോണത് തിരിച്ചടയ്ക്കാനായി കാതിലെ കമ്മൽ തരാമോ? കനറ ബാങ്കിലെ പലിശയടയ്ക്കുവാൻ കഴുത്തിലെ മാല തരാമോ? എടുത്ത ലോണും വീണ്ടും പുതുക്കി വെച്ചും കൊല്ലങ്ങളോളമായി തുടർന്നിരുന്നു. പൈസ വാങ്ങാൻ വന്നാൽ ഒളിച്ചു നിൽക്കും. സാറ്റുകളി ഗുണപ്പെടും ലോണെടുത്താൽ. ലോണെടുക്കാൻ ബാങ്കുകൾ നാട്ടിലില്ലാതെയായി. ഉള്ള ലോണുകൾ എടുത്തു ഞാൻ, ബാങ്കുകൾ തീർന്നു പോയി. പുതിയൊരു ബാങ്കിന് വെയിറ്റിംഗിലാ ഞാൻ. ബാങ്കിലെ ലോണത് തിരിച്ചടയ്ക്കാനായി കാതിലെ കമ്മൽ തരാമോ? കനറ ബാങ്കിലെ പലിശയടയ്ക്കുവാൻ കഴുത്തിലെ മാല തരാമോ? നമ്മുടെ അടുത്ത മത്സരാർത്ഥി സ്വാഗതം ചെയ്യാം, രാജമ്മ കൃഷ്ണൻ. ഞാൻ എൻ്റെ അച്ഛൻ്റെ കഥ തന്നെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. കാരണം എൻ്റെ അച്ഛന് 2 ക്ലാസ്സേ വിദ്യയുള്ളൂ, ബാക്കി മുഴുവനും അഭ്യാസമാണ്. ഒരു പട്ടാളക്കാരൻ പട്ടാളത്തിൽ നിന്ന് ഇടയ്ക്ക് നാട്ടിൽ വന്നാൽ എന്തായിരിക്കും തള്ള്, ആ രീതിയിലുള്ള തള്ളുകളാണ് തള്ളിക്കൊണ്ടിരിക്കണേ. ഒരു ദിവസം രാവിലെ ചന്തയ്ക്ക് പോവാന്നും പറഞ്ഞ് പോയ അച്ഛൻ തവലെ ചെന്ന് പറഞ്ഞേച്ച് പോയി, അതാ അമ്പലപ്പറമ്പിൽ പള്ളി പണിയണുണ്ടെന്ന്. കേട്ടവർ അന്തിച്ചു, ഇതെന്താ അമ്പലപ്പറമ്പിൽ പള്ളി പണിയോ? എങ്കിൽ ഇതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യമെന്നും പറഞ്ഞു കുറച്ച് അമ്പലക്കാരും കുറച്ച് പള്ളിക്കാരും കൂടെ അമ്പലപ്പറമ്പിലേക്ക് പാഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഒരാൾ പണിയുന്നുണ്ട്, അത് ശരിയാണ്. അപ്പോൾ ആളിനെ അറിയില്ല. അപ്പോൾ 2 പേരങ്ങ് ഇറങ്ങി ചെന്നേച്ച് ചോദിച്ചു, ചേട്ടനെ എവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ, ചേട്ടൻ എവിടെയുള്ളതാ? ഞാനിവിടെ ഒന്ന് കുറച്ച് വടക്കുള്ളതാ, ഇവിടുത്തെ സാറെന്നെ അറിയുന്നത് കൊണ്ട് എന്നെ തെങ്ങിൻ്റെ ചോട് കളയ്ക്കാൻ വിളിച്ചേക്കുക. അപ്പം അവർക്കൊരു ഡൗട്ട് മണത്തു. അപ്പം മറ്റൊരാൾ ചോദിച്ചു, ചേട്ടൻ്റെ പേരെന്നാ? എൻ്റെ പേര് പള്ളിന്നാ. അപ്പം അവർക്ക് മനസ്സിലായി അമ്പലപ്പറമ്പിൽ പള്ളി പണിയുന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഇത് എൻ്റെ അച്ഛൻ്റെ തേപ്പായിരുന്നു. ഇനി എൻ്റെ അച്ഛൻ്റെ കല്യാണ കാര്യത്തിലേക്ക് വരാം. എൻ്റെ അച്ഛൻ്റെ കല്യാണം
കല്യാണത്തിൻ്റെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് ഭാര്യയെ വിളിച്ചോണ്ടൊക്കെ പോരേണ്ട ഒരു സമയമായി. അമ്മയും കൊണ്ട് അച്ഛൻ ഇറക്കാൻ നേരത്ത് അമ്മയുടെ അച്ഛൻ പറഞ്ഞു, അല്ല ഇവള് പൊന്നെ പോലെ നോക്കണം കേട്ടോ മോനെ, ഇവള് ഭയങ്കര പാവമാണെന്ന് പറഞ്ഞു. ഉടനെ അച്ഛൻ പറഞ്ഞു, ശരിയാണല്ലോ, വല്ലവര് തട്ടിക്കൊണ്ട് പോകരുത്, തന്നെയല്ല എനിക്ക് വേണേൽ പണയം വയ്ക്കാം, എനിക്ക് വേണേൽ വിൽക്കാം, അതിന് സാധനം ഉണ്ടാവണല്ലോ. എന്താണേലും ആ അമ്മായിയച്ഛന് 4 ദിവസമായോ 5 ദിവസമായ മരുമകനോട് പറയാൻ പറ്റിയ ഒരു ഭാഷ ഇതല്ല. ഞാൻ പറയാം, പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ള് കുടിച്ചു, എൻ്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധ, എൻ്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധ. ഈ വാക്ക് ആ അച്ഛന് പറയാൻ പറ്റിയതല്ലാത്തതുകൊണ്ടാണ് ഈ അച്ഛൻ ഈ നൈസായിട്ട് ഇങ്ങനെ മരുമോൻ്റെ അവതരിപ്പിച്ചത്. എന്തായാലും അച്ഛൻ അമ്മയെ കൊണ്ടുവന്നു. അമ്മയെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തി അച്ഛൻ പൊന്നുപോലെ നോക്കണം എന്ന് പറഞ്ഞത് ശരിയാണ്. അച്ഛൻ പൊന്നല്ല, അതൊക്കെ മുകളിൽ അമ്മയെ നോക്കി. പക്ഷെ കാലചക്രം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കവേ വീട്ടിൽ അംഗസംഖ്യ കൂടി വന്നു. അന്നേരം എൻ്റെ അപ്പ പൊന്നു മാറി, പിന്നെ വെള്ളിയായി, വെള്ളി പോയി ചെമ്പായി, ചെമ്പ് പോയി ഇരുമ്പായി. അപ്പം അതിൻ്റെ അടിയിൽ വല്ല ലോഹങ്ങളും ഉണ്ടോ ഇനി അമ്മേനെ ഉപമിക്കാനെന്ന് ഞങ്ങൾ ആലോചിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ അച്ഛന് KKP എന്ന കമ്പനിയുടെ ഉന്നത പദവിയിലെത്തുന്നത്. KKP എന്നാൽ കേരള കുടിയൻസ് പാർട്ടി എന്നാണ്. അവിടെ പോയിട്ട് വന്നാൽ എൻ്റെ അച്ഛനും അമ്മയും കൂടെ സാറ്റ് കളിക്കുക എന്നതൊരു പതിവാണ്. ആ സാറ്റ് കളിയിൽ ഒരു ദിവസം അമ്മ ഓടി ഒളിച്ചപ്പോൾ അച്ഛന് പിടുത്തം കിട്ടി. അച്ഛന് പിടുത്തം കിട്ടിയപ്പോഴോ അച്ഛൻ ചെയ്തത് എന്താണ്, അമ്മയ്ക്ക് സാറ്റല കൊടുത്തത് കുനിച്ചു നിർത്തി ഒരു 3-4 ഇടി അങ്ങ് വെച്ച് കൊടുത്തു. പിന്നെ ഒരിക്കലും എൻ്റെ അമ്മേനെ സാറ്റ് കളിക്കുമ്പോൾ അച്ഛന് പിടിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അച്ഛൻ സാറ്റ് കളി തുടങ്ങുമ്പോഴേ അമ്മ ഒരു വെളുത്ത മുണ്ട് എടുത്തുകൊണ്ട് ഓടണം ഞങ്ങൾക്ക് കാണാം. ഞങ്ങൾക്ക് കാരണം അറിയാം. എന്താണെന്നറിയാവോ, ഞങ്ങളുടെ വീടിൻ്റെ പുറമിൽ ഒരു ആട്ടുംകൂടുണ്ട്. ആ ആട്ടുംകൂട്ടിലൊരു 2-3 വെളുത്ത ആടുകളും ഉണ്ട്. ആ കൂട്ടി കയറി ഈ തലവഴി ഈ മുണ്ട് വിട്ട് 4 കാലം നിൽക്കാനായി ഈ അമ്മ ഓടണേ. അച്ഛൻ അതിലേക്ക് ചെന്ന് അന്വേഷിക്കും. അച്ഛൻ അതിലേക്ക് ചുറ്റും നടന്നൊന്ന് നോക്കും, ഇവള് എവിടെ പോയി, എവിടെ ഒളിച്ചു വന്ന്. അമ്മയാണെങ്കിലോ ശ്വാസം വിടാതെ ഇരിക്കുക. അറിഞ്ഞു പോയാൽ വീണ്ടും പൊതുക്ക് കിട്ടും. അത് കാരണം ശ്വാസം വിടാണ്ട് അങ്ങനെ ഇരിക്കും. അച്ഛനെന്നാൽ ആട്ടിൻകൂട്ടിലേക്ക് നോക്കി എണ്ണമൊന്നുമില്ല. കാരണം എന്നാന്ന് വെച്ചാൽ 1 തന്നെയാണ്, 3 കാണുന്ന അവസ്ഥയാണ്. അത് കാരണം എണ്ണാറില്ല. അങ്ങനെ പോയി അച്ഛൻ കമ്പനി പോയിട്ട് വന്നപ്പോൾ ഉണ്ടോ ഒരു ദിവസം തലയിൽ ഒരു ചാക്കുകെട്ടുമായിട്ട് വന്നു. അപ്പം ഞങ്ങളൊക്കെ സന്തോഷിച്ചു. കാരണം എല്ലാ വീട്ടിലും നെല്ലിക്കാക്കൊട്ടം മറിഞ്ഞ പോലെ പിള്ളേരാ, ഞങ്ങളുടെ വീട്ടിലും അതെ. അപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. എന്തോ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമായിരിക്കും എന്നോർത്ത് ഞങ്ങളങ്ങനെ നോക്കി നിൽക്കുക. അങ്ങനെ നോക്കി നിൽക്കുക. ഈ അച്ഛൻ ഈ ചാക്കുകെട്ട് കൊണ്ടുവന്ന് ഈ ഇറയത്ത് വെച്ചു. ഇറയത്ത് വെച്ചപ്പോഴെന്താ, അത് കുറേശ്ശെ അനങ്ങണുണ്ട്. അനങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അത് ഭക്ഷണ സാധനമൊന്നുമല്ല, അതെന്തോ ജന്തുവാന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം അച്ഛൻ വന്നു, ഞങ്ങളെ മക്കളെയും വിളിച്ചു, അമ്മേനെയും വിളിച്ചു, എല്ലാവരും കൂടി അടുത്ത് ചെന്ന് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ അച്ഛനൊരു കാര്യം ചെയ്തു. ഈ ചാക്കിൻ്റെ കുടുംബ അങ്ങ് അഴിച്ചു. അഴിച്ചപ്പോഴത്തേനും ഭൂം എന്നും പറഞ്ഞു ഒരു മലമ്പാമ്പിൻ്റെ തലയിങ്ങ് പൊങ്ങി വന്നു. ഈ മലമ്പാമ്പിനെയോ കുടിയൻസ് പാർട്ടികളെല്ലാം കൂടി 5 രൂപയ്ക്ക് ലേലം വിളിച്ച് ചാക്കി കെട്ടി അച്ഛൻ്റെ തലയിൽ കൊടുത്തു വിട്ടേക്കണതാണ്. 5 രൂപ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, എടാ നീ ഇതിന് വിഷമിക്കൊന്നും വേണ്ട, 50 രൂപ കൊണ്ട് കിട്ടും നിനക്ക്, ഇതിനെ കാഴ്ച ബംഗ്ലാവിൽ കൊണ്ട് കൊടുത്താലെന്ന് പറഞ്ഞു. അച്ഛനപ്പോൾ ആലോചിച്ചു, ശരിയാണല്ലോ, 45 രൂപ എനിക്ക് ലാഭം. അങ്ങനെ കൊണ്ട് വെച്ചേക്കണ സാധനം ഇത്. ഷാപ്പിലൊക്കെ പോയിട്ട് വന്നിരിക്കുമ്പോൾ ഇതിനെ എടുത്ത് ലാളിക്കണതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പിള്ളേരായ ഞങ്ങളെ ഒരിക്കലും ലാളിച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കെ ലാളിച്ചേച്ച് വെച്ച സാധനം ഒരു ദിവസം നേരം വെളുത്തപ്പോൾ ആ സാധനം ഇല്ല, ചാക്ക് മാത്രമുണ്ട്. പാമ്പ് രക്ഷപ്പെട്ടു. എന്തായാലും ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഈ പാമ്പിന് പകയില്ല. പാമ്പിൻ്റെ പക ആനയുടെ പക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് ഒരു പകയില്ല, ബുദ്ധിയില്ല, ബോധവുമില്ല. അതുങ്ങളുടെ ശരീരം നൊന്താ അതുങ്ങൾ നമ്മളെ ഉപദ്രവിക്കുന്നത് മാത്രമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാര്യം. അങ്ങനെയാണെങ്കിൽ 50 വർഷം മുമ്പ് പോയ ആ പാമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഇതുവരെ വന്നിട്ടില്ല. തന്നെയുമില്ല, പാമ്പ് വിചാരിച്ച് കാണും എന്തിനാ 2 പാമ്പ് ഒരു വീട്ടിലെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കാൻ ഞങ്ങൾ എൻ്റെ ആ വീട്ടിലൊരു പശു പ്രസവിക്കുക. ഞാനാണ് ആ പശുവിനെ കൊണ്ടു നടക്കണേ. ആ പശുവിനെ കൊണ്ടു നടക്കണം ഞാനായതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, നീ തന്നെ അങ്ങ് കറന്നേച്ചാൽ മതി എന്ന് പറഞ്ഞു. ശരി, കടുവയോളം പേടിയില്ലല്ലോ പശുവിനെ. അപ്പം ഞാൻ പശുവിനെ കറക്കാനായിട്ടുള്ള സംവിധാനം എല്ലാം ചെയ്ത് അടുത്ത് ചെന്ന് അകിട് കഴിക്കൊണ്ടിരുന്നപ്പോഴത്തേനും പശു എന്നെ ഒരൊറ്റ തൊഴി തന്നു. ഞാനാണെങ്കിലോ ആ സ്പോട്ടിൽ തന്നെ വാഴ വെട്ടിയിട്ട പോലെ വീണു. അടുത്ത കൂടെ അച്ഛൻ്റെ ആയിരുന്നു. അച്ഛൻ ഇറങ്ങി വന്നു, എന്നെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ദേ കണ്ടോ പശുവിനെ കറക്കണയാ, എങ്ങനെയാന്ന് കണ്ടു കടിച്ചോളാൻ പറഞ്ഞു. അച്ഛൻ ആ ഭാവത്തിലങ്ങ് ഇറങ്ങിച്ചെന്നു. അച്ഛൻ ചെന്നിരുന്നു, പാത്രമെല്ലാം എടുത്തു വെച്ചു, പശുവിനെ കറവ തുടങ്ങി. 1, 2, 3
ഇത്രയും വലിച്ചപ്പെടുത്താനും പശു ആഞ്ഞൊരു തൊഴി അങ്ങ് വെച്ച് കൊടുത്തു അച്ഛനിട്ട്. അച്ഛനോ അങ്ങ് ശ്രീഹരിക്കോട്ടെ റോക്കറ്റ് വിക്ഷേപിച്ച പോലെ ദൂരെ തെറിച്ച് വീണു. അവിടെ നിന്ന് ചാടി പിടച്ചെഴുന്നേറ്റ് വന്ന അച്ഛൻ ഒരു പത്തലുമായിട്ടാണ് വന്നേ. പശുവിനെ അങ്ങോട്ട് ചാപ്രം ചിപ്രയിട്ട് അടി തുടങ്ങി. പശുവാണെങ്കിലോ പന്തുകളിക്കോട്ടിലെ ഗോളിയെ പോലെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കി. പക്ഷേ അവസാനം പശു തന്നെ ജയിച്ചു. കഴുത്തിൽ കിടന്ന കയറ് പൊട്ടിച്ച് പശു കിട്ടിയ വഴിയെ ഒരു ഓട്ടം കൊടുത്തു. ആ പശുവിൻ്റെ കൊമ്പയിൽ അച്ഛൻ്റെ മുണ്ട് ഇങ്ങനെ പറക്കണു. ഞാൻ നോക്കിയപ്പോൾ ഞാൻ വേഗം ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. അപ്പോഴോ കിരീടവും വേലുമില്ലാതെ പോണ മാത്രം കൊടുത്ത് ഒരു ബാലമുരുകൻ നിൽക്കുന്നു. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. എൻ്റെ അച്ഛനെ അങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. ഞാൻ അവിടെ നിന്ന് പശുവിൻ്റെ പുറകെ വെച്ച് പിടിച്ചു. നമസ്കാരം. രാജമ്മ ചേച്ചി, നല്ല രസമുണ്ടായിരുന്നു. അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ അമ്മയുടെ പേര്? അച്ഛൻ്റെ പേര് പരമേശ്വരൻ, അമ്മയുടെ പേര് ഗൗരി. ഗൗരി. ചേച്ചിയുടെ കഥ കണ്ടന്റ് കേട്ടപ്പോഴത്തേക്കും എനിക്കൊരു ചെറിയ പുതുമ തോന്നി. കാരണം നമ്മുടെ ഫ്ലോറിൽ പലരും അമ്മയെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും മാമനെക്കുറിച്ചും ഒക്കെ കഥ പറഞ്ഞു. അച്ഛനെ കുറിച്ചൊന്നും അധികം ആരും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ഒരു പഴയ കാലത്തേക്ക് കൊണ്ടുപോയി. നന്നായിരുന്നു. ചോദിക്കാം രമേശ് ചേട്ടാ. രമേശ് ചേച്ചി, എന്തോ ചില കാര്യങ്ങൾ ചില ആളുകൾ പറയുമ്പോൾ കിട്ടുന്ന ഒരു സൗന്ദര്യം, ഒരു ജെനുവിനിറ്റി, ഒരു അതിൻ്റെ ഒരു ആത്മാവ് മറ്റു ചിലർ പറഞ്ഞാൽ കിട്ടൂല. ഇപ്പൊ അത് ഒരു കാര്യം ഇപ്പൊ ഡയാന പറഞ്ഞാലോ രചന പറഞ്ഞാലോ ഒന്നും കിട്ടാത്ത ഒരു സൗന്ദര്യം ചേച്ചി പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് എൻ്റെ ഒരു പശു പ്രസവിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സുഖം തോന്നി. കാരണം ആ പശു എന്ന് പറയുന്ന ഒരു ജീവിയുമായിട്ടൊക്കെ ഒരു അടുപ്പം, പശുവിനെ കറക്കാൻ പോയി, കറന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം അതിനൊരു വലിയ സുഖം ഉണ്ടായിരുന്നു ചേച്ചി പറഞ്ഞു കേൾക്കുന്നതിന്. അത് ഗംഭീരമായി. പിന്നെ ഞാൻ വലിയ അത്ഭുതം തോന്നുന്നൊരു കാര്യമാണ് ചേച്ചിക്ക് വരാനെടുക്കുന്ന തീരുമാനം. ഈ പരിപാടിക്ക് വരാം, വന്നേക്കാം, പറയാം, സമ്മാനം കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ അതൊക്കെ ഒരു വശത്താണേലും കുറെ കഥയായിട്ട് ഇങ്ങ് വരുന്നു. ആ കഥകളെല്ലാം ഗംഭീരമായിട്ട് പറയുന്നു. എനിക്ക് ഇത് ഉള്ളതാണോ ഈ മലമ്പാമ്പിനെ മൃഗശാലയെ കൊടുത്താൽ പൈസ കിട്ടുമെന്നും പറഞ്ഞു കൊണ്ടുവന്നത്? സത്യമാ. പണ്ടൊക്കെ അങ്ങനെയുണ്ട്. സത്യമാണത്? സത്യം. മലമ്പാമ്പിനെ അതിലേ വന്ന പാമ്പിനെ ഈ കുടിയൻസ് എല്ലാം കൂടെ കൂടി പിടിച്ച് ചാക്കിനകത്ത് കെട്ടിയതാ, കൊണ്ടുവന്നതാ. സത്യം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോ അച്ഛനൊരു മലമ്പാമ്പിനെ പിടിച്ചോണ്ട് വന്നോ? ദൈവമേ. ഞങ്ങളുടെ നാട്ടിലുണ്ടായിണ്ട് അങ്ങനെ. നിങ്ങളൊരു നാട്ടുകാരല്ലേ? ചിലപ്പോ നിങ്ങൾ അയലോക്കംകാരായിരിക്കും, നിങ്ങൾക്ക് അറിയാത്തതാ. ഞങ്ങളുടെ മീനാലൂരുണ്ടായിണ്ട് എന്റെ ചെറുപ്പത്തില്. ഇതുപോലെ ഒന്നല്ല 2 മലമ്പാമ്പ്. എന്നിട്ട് എന്ത് ചെയ്യും? ഫോറസ്റ്റിന് കൊടുക്കും. ഓക്കെ. അവര് വന്ന് കൊണ്ടുപോകും. പക്ഷെ പൈസ കിട്ടും പിടിച്ച ആൾക്ക്. ആണോ? പക്ഷെ ഫോറസ്റ്റുകാർ അന്ന് ഇതിന് ശിക്ഷയുണ്ടോ പിഴയുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ. അന്നത്തെ കാലത്ത് അതൊന്നും ഉണ്ടെന്ന് തോന്നണമില്ല. ഇല്ല, അന്നൊന്നും അതില്ല. അത് കഴിഞ്ഞാണ് ഈ വന്യജീവി സംരക്ഷണ വകുപ്പ് നിയമം വന്നതും കാര്യങ്ങളൊക്കെ വന്നതും. അന്നൊക്കെ പിടിക്കാം. അന്ന് കുരങ്ങനെ വളർത്തായിരുന്നല്ലോ. നമ്മൾ നഖശതങ്ങൾ എന്ന് പറയുന്ന സിനിമ കണ്ടാൽ പോലും ഗായകൻ ജയേന്ദ്രൻ താമസിക്കുന്നിട്ട് കുരങ്ങനുണ്ട്. എന്റെയൊക്കെ പരിചയത്തിൽ വീടുകളിൽ കുരങ്ങനെയൊക്കെ വളർത്തിയിട്ടുണ്ട്. പല വീട്ടുകളിലും കുരങ്ങനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ കുരങ്ങനെ വളർത്താനൊന്നും പറ്റൂല, വീട്ടിൽ വളർത്താൻ പറ്റൂലല്ലോ. രചനയുടെ നാട്ടിൽ 2 മലമ്പാമ്പിനെ കൊണ്ടുവന്ന ആ കഥയൊന്നും പറയുന്നത് കൊണ്ടുവന്നതല്ല, അത് എഴഞ്ഞു വന്നതാ 2 അത് കഴിഞ്ഞിട്ട് നാട്ടുകാരെല്ലാരും കൂടി അതിനെ പിടിച്ചു ചാക്കിലാക്കി. പക്ഷെ കുടുക്കിട്ടു അവര്. അങ്ങനെ ഇടാൻ പാടില്ല. അങ്ങനെ അത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുടുക്കിടാൻ പാടില്ല. എന്നിട്ട് അതിന് മുട്ട കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു മലമ്പാമ്പിനെ. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ സീൻ വളരെ വ്യക്തമായി. വനത്തിന്റെ അരികായതുകൊണ്ട് എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ കൂടെ മൃഗം കതക് തുറന്നിട്ടാ മാനൊക്കെ അകത്ത് കയറുന്ന പരുവ. ശരിക്കും. കാരണം ഞങ്ങളുടെ ബക്കറ്റിൽ വെള്ളമൊക്കെ കുടിച്ചിട്ട് ബക്കറ്റൊക്കെ തട്ടിമറിച്ചിട്ട് ചവിട്ടി പൊട്ടിക്കണതും ഒക്കെ ഉണ്ട്. പിന്നെ പന്നി, അവിടെ അടുത്തൊരാളെ പന്നി തട്ടിയിട്ട് 3 മാസമായുള്ള ആശുപത്രി കിടന്ന നട്ടലിൽ എല്ലും കൂടെ ഒടിഞ്ഞു പോയി. കയറി ചവിട്ടിയതാ പന്നി. ഞങ്ങളുടെ നാട്ടില് കുറുക്കനുണ്ട്. കുറുക്കനൊന്നുമില്ല, ഞങ്ങളുടെ ചെന്നായുണ്ട്. ചെന്നായോ? നമ്മുടെ വീട്ടിൽ ഇതുപോലെ വാതിൽ തുറന്നിട്ട മൃഗം അകത്ത് കയറും. ഏത് മൃഗം? ബിരാൻക. ഇത് ഈ കാട് ഏത് കാടിന്റെ അടുത്താ ഇപ്പൊ താമസിക്കുന്നത്? ആനയുണ്ട്. ഇപ്പൊ അതിരപ്പള്ളിക്ക് ഇപ്പുറം ഞങ്ങള് വനത്തിന്റെ അരിയില് താമസിക്കുന്ന ആന അക്കരക്കടയൊക്കെ ഉണ്ട്. പിന്നെ വന്ന് വാഴ എല്ലാ സാധനവും നശിപ്പിക്കും. പിന്നെ ഒരു കുരങ്ങല്ല, ഒരു 500 കുരങ്ങെങ്കിലും ഉണ്ടാവും. നമ്മളെ ചോട്ടികൂടെയൊക്കെ പോയി റോഡാണെങ്കിലും അത് തേങ്ങ പറിച്ചും മെച്ചിങ്ങ പറിച്ചും ഒക്കെ നമ്മളെ എറിയും. അപ്പൊ ആ തെങ്ങയിൽ ഒരു സാധനം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ സാറേ. ഇതുങ്ങളോടെല്ലാം മല്ലടിച്ച്. ഇപ്പൊ ഞങ്ങൾക്ക് കുറച്ച് റബ്ബർ ഉണ്ടായിരുന്നു, അത് വെട്ടിക്കളഞ്ഞു. പക്ഷെ ഇനി അവിടെ എന്തെങ്കിലും കൃഷി ചെയ്യണമെങ്കിൽ വേലി 1 ലക്ഷം രൂപ വേണം വേലി കെട്ടാൻ.
കാരണം ഈ സാധനങ്ങളൊന്നും കടക്കാതെ വേണമല്ലോ. കറണ്ട് അതെ, അതെ, അതെ. ആയിരിക്കും അല്ലേ? നമുക്ക് ഈ ഇവിടെ നിന്ന് പറയുമ്പോ ജീവികൾ എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണെങ്കിലും ഈ കൃഷിയൊക്കെ ചെയ്യുന്നിടത്ത് വന്ന് ഈ നശിപ്പിക്കലെന്ന് പറഞ്ഞാൽ അതിനെ ഒന്നും പിടിക്കാനോ ഒന്നും പറ്റത്തില്ല. ആരെങ്കിലും പറ്റിയാൽ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു അനുഭവം ഉണ്ടായി. ഒരു മാനിനെ കുളത്തിൽ ചാടിയ മാനിനെ സന്ധ്യാകാറായപ്പം കുറച്ച് പേര് കൂടി പിടിച്ച് അതിനെ കൊന്നിട്ട് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടാവാം, ഇറച്ചി കണ്ടിട്ട് കിട്ടാത്തവരുണ്ടാവാം, ആരോ ഒറ്റ കൊടുത്തു. എന്നിട്ട് ആ ഇറച്ചി വെച്ചത് ഉണക്കാനിട്ടിരുന്നത് അടുപ്പയിലിരുന്നത് എല്ലാ ഇറച്ചി എടുത്തുകൊണ്ടും പോയി. അയാൾ അവിടെ ഇല്ലായിരുന്നത് കൊണ്ട് അയാൾ രക്ഷപ്പെട്ടില്ല. 14 ദിവസമായിട്ടും അയാളെ കാണാഞ്ഞിട്ട് ഭാര്യ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് അയാൾ ഹാജരായത്. ഒന്ന് ആലോചിച്ച് നോക്കി ഈ വക പരിപാടികൾ. എൻ്റെ ഒരു സുഹൃത്തിന്റെ അജിത്ത് എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടില് പുള്ളിക്ക് ഭയങ്കര ടെൻഷൻ. എന്നെ വിളിച്ചിട്ട്, ഞാനാണല്ലോ ഈ പക്ഷിശാസ്ത്രജ്ഞൻ, എല്ലാവരുടെയും സംശയം ചോദിക്കാനായിട്ട് വിളിച്ചിട്ട് ഒരു ഫോട്ടോ അയച്ചു തന്നേക്കുക. ഞാൻ നോക്കുമ്പം ഇത് എന്ത് മൂങ്ങയാന്ന് ചോദിച്ചാൽ ഇത് വെള്ളിമൂങ്ങയാണ്. കാരണം വെള്ളിമൂങ്ങയുടെ മുഖത്ത് നല്ല ഇങ്ങനെ നമ്മുടെ ഹാർട്ടിന്റെ സിമ്പിൾ പോലെ ചിഹ്നമൊക്കെ ഉണ്ടാവും. ഞാൻ എന്നെ ചെയ്യണം, എൻ്റെ വീട്ടിൽ വെള്ളിമൂങ്ങ വന്ന് കൂട് കൂട്ടിയേക്കുമെന്നും പറഞ്ഞിട്ട് പുള്ളിക്ക് ഒരു രക്ഷയില്ല, സമാധാനം പോയി. കാരണം വളർത്തുന്നതെന്ന് പറഞ്ഞാൽ നേരെ അകത്ത് പോവും. വെള്ളിമൂങ്ങയ്ക്ക് പുള്ളിയുടെ വീടാണെന്ന് പറയാൻ പാടില്ല. പുള്ളിയുടെ വീട്ടിൽ മുകളിൽ ഒരു ചെറിയ മച്ചു പോലത്തെ സ്ഥലമുണ്ട്. അവിടെ വന്ന് മുട്ടയിട്ട് വിരിഞ്ഞ് കൊച്ചുങ്ങളുമായിട്ട് ഇരിക്കുക. അത് മുട്ട വിരിഞ്ഞ് പോണ വരെ ഈ പുള്ളിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ആരെങ്കിലും വന്ന് കണ്ട് പോലീസ് പിടിക്കുമോ എന്നുള്ളത്. ഏതായാലും ഗംഭീരമായി. രാജമ്മ ചേച്ചി അടിപൊളിയായിരുന്നു. ഇതിനിടയ്ക്ക് 66-ാം വയസ്സിൽ ഞാൻ ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ പോയി. ആണോ? എന്നിട്ട് എവിടെ വരെ എത്തി? അന്ന് ഒരു 2-2.5 കൊല്ലം പഠിച്ചപ്പോഴത്തേന് പിന്നെ കോവിഡായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓൺലൈനായി. പക്ഷെ നമ്മൾ എത്ര പഠിച്ചാലും ഗുരുമുഖത്തുനിന്ന് പഠിക്കുന്ന പോലെ ഒരു രസം കിട്ടില്ല നമ്മൾ ഈ ഓൺലൈനിൽ പഠിച്ചാൽ. അതുകൊണ്ട് അങ്ങനെ നിന്നുപോയി. ടീച്ചറാണെങ്കിൽ ഗൾഫിനും പോയി. ചേച്ചി, എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ഇങ്ങനെയുള്ള സംസാരം ഉണ്ടല്ലോ, അതന്നെയാണ് ചേച്ചിയുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത്. അത് ആ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ഡയന ഫസ്റ്റ് പറഞ്ഞ പോലെ നമുക്ക് കുറേ നൊസ്റ്റാൾജിക് മൊമെന്റ്സ് തന്നു. ഞാൻ ആലോചിക്കായിരുന്നു 5 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 50 രൂപയ്ക്ക് കിട്ടും എന്നൊക്കെ പറയണത്. ഇന്നത്തെ കാലത്തൊന്നും നമ്മൾ അങ്ങനത്തെ വർത്താനമില്ല. അതുപോലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് റോക്കറ്റ് വിട്ടു എന്നൊന്നും ഇന്നത്തെ കാലത്ത് ആരും പറയണത് നമ്മൾ കേൾക്കാറില്ല. 5 രൂപ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഭയങ്കര കാശാണ്. അതെ അതെ അതെ. പിന്നെ അച്ഛൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു വികാരമാണ്. പല സ്ഥലങ്ങളിലും നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളാണ് ചേച്ചി വളരെ സരസമായിട്ട് പറഞ്ഞത്. അങ്ങനെ നോക്കി കാണുന്ന ഒരു മനസ്സുണ്ടാവട്ടെ. എന്നും എല്ലാത്തിനെയും സരസമായി കാണാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം. നമസ്കാരം. നമസ്കാരം രചന. നമസ്കാരം. ഇന്ന് നിങ്ങളോടല്ല കേട്ടോ എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇത്തനെ കാണാൻ വേണ്ടി വന്നാണ്. അതെ, ഒരു കാര്യം ഉണ്ടായിരുന്നു എനിക്ക്. എന്താണ് മോനെ? പൈസ ആണെങ്കിൽ ചോദിക്കില്ലേ? അല്ല, പൈസ ഒന്നുമല്ല. എത്ര മക്കളുണ്ട് ഇത്തക്ക്? അതെന്തിനാ നീ അറിയണേ? അല്ല, എത്ര പേരുണ്ട് അറിയാലോ. ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ല, എനിക്ക് ചീത്തോക്കൊന്നും പറഞ്ഞില്ല. ഇവിടെ ഒരു പരിപാടിക്ക് വന്നിട്ട് നീ എന്താണ് എന്റെ എത്ര പിള്ളേരുണ്ടെന്നൊക്കെ ചോദിക്കണേ? അത് എനിക്കറിയാം, എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്ത് ചോദിക്കുന്നത്. കാര്യം? നിനക്കെന്താ കാര്യം? വീരാൻക്കല്ലേ കാര്യമുള്ളത്, നിനക്കെന്താ കാര്യം? ഒന്ന് പറഞ്ഞു കൊടുക്കും സാർ. ഒന്ന് അത് വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടാവില്ല. ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല, എത്ര പേരുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. 10 വരെ ഞാൻ എണ്ണി, അത് കഴിഞ്ഞിട്ട് എനിക്ക് എണ്ണ അറിയാൻ പാടില്ല. പുറത്താരെങ്കിലും ഉണ്ടോ? എവിടെ? പുറത്താരെങ്കിലും പോയിട്ടുണ്ടോ? പുറത്ത്? പുറത്ത് ആണ്ട് ഉണ്ട്. എവിടെയാണത്? ബഹദൂറില്. ബഹബൂർ? അതെ, ഞാൻ ആ പെണ്ണ് പറഞ്ഞ ബഹറിൻ. അവിടെ ഉണ്ട്. എന്തേ? അവൻ പുറത്താണല്ലേ? പുറത്താ. അപ്പൊ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? ഇത്തടെ പുറത്ത് കിടക്കണ മോനെ കൊണ്ടേ അകത്ത് കിടക്കണ എന്റെ മോനൊരു കാര്യം ചെയ്യാനായിരുന്നു. അകത്ത് കിടക്കണ മോനാ? എന്താ അത് എന്റെ മോൻ ജയിലിൽ കിടക്കണോ ബഹറിനില്. അവനോട് എത്ര നാളായി? അതിപ്പോ 1 മാസം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവനെ എത്രയും പെട്ടെന്ന് ഇറക്കി കൊണ്ടുവന്നെ. അപ്പൊ അവിടുത്തെ ഒരാൾ തന്നെ വേണം നമുക്ക് ബന്ധപ്പെട്ട. അവനെ പുറത്തിറക്കണം ബഹറിനില്. ഈ ലോകനാഥ ബഹ്റൈനെ വിളിക്കടാ. ബഹറിനല്ല, അത് ബെഹ്റ. അത് ഇവിടത്തെ കാര്യമില്ല, ഇത് അവിടുത്തെ പോലീസിനെ പരിചയം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അവിടുത്തെ പോലീസിന് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു ശരിയാക്കി. നിന്റെ മോനെ എന്താ ചെയ്തേ? നീ എന്താ അകത്ത് പോകാൻ കാരണം? അത് പറഞ്ഞേ. അത് ഞാൻ പറയാ. അത് പാട്. അങ്ങനെ പറഞ്ഞാ പറ്റോ? കടമായ കടവുമെടുത്ത് ലോനപ്പൻ ബഹറിന് പോയേ. അയലത്തെ സരസമ്മേടെ പണ്ടങ്ങൾ പണയം വെച്ച് കടമായ കടവുമെടുത്ത് ലോനപ്പൻ ബഹറിന് പോയേ. കടമായ കടവുമെടുത്ത് ലോനപ്പൻ ബഹറിന്
ബഹറിന് പോയേ അയലത്തെ സരസമ്മേടെ പണ്ടങ്ങൾ പണയം വെച്ച് കോടീശ്വരനാകാൻ പോയതാ. ചെയ്യണ്ടാടാ നന്നേ ചൊല്ലി ഞാൻ കടമായ കടവുമെടുത്ത് ലോനപ്പൻ ബഹറിന് പോയേ അയലത്തെ സരസമ്മേടെ പണ്ടങ്ങൾ പണയം വെച്ച് കോടീശ്വരനാകാൻ പോയതാ. ചെയ്യണ്ടാടാ നന്നേ ചൊല്ലി ഞാൻ. ഏറെ സ്വപ്നം കണ്ടുറങ്ങിയൻ തോളിൽ തട്ടി എയർ ഹോസ്റ്റസ് കണ്ണിൻ മുന്നിൽ കൊണ്ടുവച്ചതോ രണ്ട് ബിയർ ബോട്ടിൽ. ഏറെ സ്വപ്നം കണ്ടുറങ്ങിയൻ തോളിൽ തട്ടി എയർ ഹോസ്റ്റസ് കണ്ണിൻ മുന്നിൽ കൊണ്ടുവച്ചതോ രണ്ട് ബിയർ ബോട്ടിൽ. കിക്കന്റെ തലക്കു പിടിച്ചു ഫ്ലൈറ്റാണേ ലാൻഡിംഗ് ആയി. എമിഗ്രേഷൻ ക്യൂവിൽ കയറി പാസ്പോർട്ടോ കാണാതായി. അറബിയുടെ ഭാവം മാറി തോക്കുകളായി പോലീസ് എത്തി. ലോനപ്പൻ ബഹറിൻ ജയിലിലാ. ചെയ്യണ്ടാടാ നന്നേ ചൊല്ലി ഞാൻ കടമായ കടവുമെടുത്ത് ലോനപ്പൻ ബഹറിന് പോയേ കടമായ കടവുമെടുത്ത് ലോനപ്പൻ ജയിലിലുമായേ. രണ്ട് വളരെ രസകരമായ പെർഫോമൻസുകളാണ് നമ്മളത് കണ്ടതല്ലേ? രാജമ്മ ചേച്ചി, അശ്വതി ചേച്ചി. അപ്പോൾ ഇവരിൽ ആരാണ് കുറച്ചൊന്ന് മികച്ച നിൽക്കുന്നതെന്ന് അറിയാം, ഇവരുടെ മാർക്സ് അറിയാം. രമേശ് ഏട്ടാ? രണ്ട് ഗംഭീര കലാകാരാണ് ഇന്നത്തെ പരിപാടിയിൽ വന്നത്. രണ്ടുപേരും ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. ഈ രണ്ടുപേരിൽ 94 മാർക്കോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് അശ്വതി ദേവി. എന്നാൽ വലിയ വ്യത്യാസമില്ല. സാധാരണ ഈ 1, 2 ഒക്കെ തമ്മിൽ ചില എപ്പിസോഡുകളിൽ വലിയ മാർക്ക് വ്യത്യാസം ഉണ്ടാവും. വലിയ മാർക്ക് വ്യത്യാസമില്ലാതെ 92 മാർക്കുകളോടുകൂടി രാജമ്മ ചേച്ചി ഒപ്പം. വൺസ് അപ്പോൺ എ ടൈം സീസൺ 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന ക്യാഷ് പ്രൈസ്. 94-ഉം 92-ഉം, അതായത് രണ്ടുപേർക്കും ഗോൾഡൻ എൻട്രി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്. അപ്പൊ വീണ്ടും വരില്ലേ? തീർച്ചയായിട്ടും. അപ്പോ ഇവർക്കുള്ള സമ്മാനം കൊടുക്കാനായിട്ട് ജഡ്ജസിന് ക്ഷണിക്കുന്നു, പ്ലീസ്. സീസൺ 4-ൽ നിങ്ങൾ പങ്കെടുക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ funsupon-a-time@gmail.com-ലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക. അങ്ങനെ ഇതോടുകൂടി Once Upon a Time സീസൺ 4-ന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. അതുവരേക്കും ബൈ.